എന്നാലും ആരായിരിക്കും ആകാശത്തിൽ ഇങ്ങനെ നിരത്തിയിട്ട് തീപ്പന്തങ്ങൾ കത്തിച്ചു കൂട്ടിയത്? നമ്മളെപ്പോലെ ആരെങ്കിലും രാത്രി ആകാശത്ത് തീ കായാനിരിക്കുന്നതായിരിക്കുമോ? അവർ അവിടെ ഇരുന്ന് നമ്മളെ നോക്കുന്നുണ്ടായിരിക്കുമോ? മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആകാശത്തേക്ക് പോകും എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അവരായിരിക്കുമോ? ഏയ്, അങ്ങനെയല്ല. ഈ തീ വ്യത്യാസമുണ്ട്. ആകാശത്ത് കാണുന്ന ഈ തീപ്പന്തങ്ങൾ ഇത് അണയുന്നില്ല, അകന്നു പോകുന്നില്ല, അടുത്ത് വരുന്നില്ല. എല്ലാ ദിവസവും ആകാശത്ത് കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും ഒക്കെ പതുങ്ങിയിരിക്കുന്ന മൃഗങ്ങളുടെ കണ്ണുകൾക്കും ഇതുപോലൊരു തിളക്കമുണ്ട്. പൂച്ച, പട്ടി, ചെന്നായ, ഇങ്ങനെ. ഇനി അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ ആകാശത്ത് പതുങ്ങിയിരിക്കുന്നതായിരിക്കുമോ? ഏത് സമയവും ഭൂമിയിലേക്ക് ചാടി വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ജീവികൾ, അവയുടെ കണ്ണുകളായിരിക്കുമോ ഈ കാണുന്ന തീപ്പന്തങ്ങൾ? ഇവിടെ നിന്നാണ് അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള മനുഷ്യന്റെ സങ്കല്പം തുടങ്ങുന്നത്. ടെലിസ്കോപ്പ് ഇല്ല, റോക്കറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മറ്റ് ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. മനുഷ്യന്റെ ആശങ്കകളിൽ നിന്നും ആകാംക്ഷകളിൽ നിന്നും ഉദയം കൊണ്ട വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു അത്. ആർ വി എലോൺ ഇൻ ദ യൂണിവേഴ്സ്? പക്ഷേ അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. വൈ ദിസ് ഒബ്സഷൻ? എന്തിനാണ് ഇങ്ങനെ അടങ്ങാത്തൊരു ഭ്രമം? ആകാശത്ത് തീയുടെ ചുറ്റും ഇരുന്ന് ആരെങ്കിലും ഡാൻസ് കളിക്കട്ടെ. ഇനി അതല്ല, ഏതെങ്കിലും മൃഗങ്ങൾ ആകാശത്ത് നിന്ന് ചാടി വരുമെന്നാണോ സംശയം? പിന്നെ ഇത്രയും കാലമായിട്ട് ആകാശത്ത് ചാടി വരാത്ത മൃഗങ്ങളാണ് ഇനി ചാടി വരാൻ പോകുന്നത്. മനുഷ്യൻ അവന്റെ ആശങ്കകളെ, അവന്റെ ആകാംക്ഷകളെ അവന്റെ ഭാവനയിലൂടെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഒരുതരം വിഭ്രാന്തി. ഇതെന്താ ഇങ്ങനൊരു സ്വഭാവം മനുഷ്യന്? നമ്മുടെ തലച്ചോറിലുള്ള ഒരു ചെറിയ ഗ്ലിച്ചിന്റെ കുഴപ്പം. ഒന്നുമില്ല, ഒരു ചെറിയ വട്ട്. ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും ലോകം എന്ന് പറയുന്നത് ഒരു കൂട്ടം സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ സാധനമാണ്. എന്നാൽ മനുഷ്യർക്ക് ലോകം എന്ന് പറയുന്നത് അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 100,000 മനസ്സുകളുടെ ഒരു സംഗ്രഹമാണ്. അതെന്താ അങ്ങനെ ഒരു ലോകം? പറഞ്ഞുതരാം. മറ്റുള്ളവരിൽ നിന്നുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള മനുഷ്യരെ പരസ്പരം മനസ്സിലാക്കി പരസ്പര സഹകരണത്തോടെ ഒരു വലിയ കൂട്ടമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ എവല്യൂഷണറി അഡ്വാൻറ്റേജ് ആണത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യൻ ദുർബലനാണ്. എന്നാൽ ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ, അത് കുറച്ച് ഡേഞ്ചറാണ്. പക്ഷേ ഇങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവന് ദേഷ്യം വരുന്നുണ്ടോ? അവൻ സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നത്? അവനെ വിശ്വസിക്കാൻ കൊള്ളാവോ? അവൻ നമ്മളോട് നുണ പറയുകയാണോ? ഇങ്ങനെ പല പല ആംഗിളിൽ നിന്നുകൊണ്ട് ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അവരുമായി സഹകരിക്കാനും അവരുമായിട്ട് എങ്ങനെ സഹകരിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. അതിന് പ്രകൃതി നമുക്ക് തന്ന മറ്റൊരു കഴിവിന്റെ പേരാണ് തിയറി ഓഫ് മൈൻഡ്. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യാനുള്ള കഴിവിനെയാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഒരാളിപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ നമുക്ക് അയാളുടെ തല വെട്ടിപ്പിടിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ. സ്വാഭാവികമായും നമ്മളത് നമ്മുടെ ഭാവനയ്ക്ക് വിടും, ഇമാജിനേഷൻ. അവർ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഊഹിക്കാൻ തുടങ്ങും. അവൻ ബിസിയാണോ? ഇപ്പോൾ അവനോട് അത് ചോദിക്കണോ? എൻ്റെ മെസ്സേജ് അവൻ കണ്ടല്ലോ, പിന്നെന്താ റിപ്ലൈ തരാത്തത്? മാനേജറോട് ചൂടായത് ഇത്തിരി കൂടിപ്പോയോ? ഇങ്ങനെ ഒരു ദിവസം ഒരു 100,000 സിമുലേഷൻസ് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ ചിലവിടുന്നത് ഇതുപോലെ മറ്റുള്ള ആളുകളുടെ തലയുടെ ഉള്ളിലാണ്. അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു 100,000 സിമുലേഷൻസ്. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും റിയാക്ട് ചെയ്യുന്നത് മറ്റു മൃഗങ്ങളുടെ ബിഹേവിയറിനോടാണെങ്കിൽ, നമ്മൾ മനുഷ്യർ റിയാക്ട് ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ ചിന്തകളോടാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ചിന്തകൾ എന്ന് നമ്മൾ കരുതുന്ന അവരുടെ ചിന്തകളോട്. ഇതിന് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. സങ്കല്പിക്കാം, ഒരു രാത്രി നമ്മുടെ നേതാവ് നമ്മുടെ അടുത്ത് വന്നിട്ട് വിശദമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ അടുത്ത് പറയുകയാണ്. നാളെ നമ്മൾ കിങ്ങിണിപ്പുഴയുടെ തീരത്ത് ഒത്തുകൂടുന്നു. ആ വഴി സ്ഥിരം കടന്നു പോകുന്ന ഒറ്റയാൻ മാമത്തിനെ എന്ത് വില കൊടുത്തും നമ്മൾ വീഴ്ത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വിശദമായൊരു പ്ലാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് നേതാവ് പോകുന്നു. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നേതാവ് ആ പദ്ധതി വിശദീകരിച്ച് തീരുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ നാളത്തെ ദിവസത്തിന്റെ ഒരു സിമുലേഷൻ റൺ ചെയ്യുകയാണ്. വളരെ വിശദമായൊരു സിമുലേഷൻ. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട നമ്മുടെ ചിന്തകളിലൂടെ പുലർച്ചെ നമ്മൾ ആ പുഴക്കരയിൽ ഒത്തുകൂടുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ആരാണ് ആദ്യം എത്തുന്നതെന്ന് നമുക്ക് കാണാം. മരങ്ങൾക്കിടയിൽ ആരാണ് ആദ്യം പതിയിരിക്കുന്നതെന്ന് കാണാം. മാമത്തിന് മുന്നോട്ട് ആട്ടി ഓടിച്ച് കൊണ്ടുവരുന്നത് ആരാണെന്ന് കാണാം. ആദ്യത്തെ കുന്ത എറിയുന്നത് ആരാണെന്ന് കാണാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണും. ഇതിലെ അത്ഭുതകരമായൊരു കാര്യം, ഈ സിമുലേഷൻ ഒരേ സമയം അനേകം തലച്ചോറുകളിലായിട്ട് പടർന്നു കിടക്കുകയാണ് എന്നുള്ളതാണ്. ഓർക്കുക, നേരെ ഇനിയും വെളുത്തിട്ടില്ല. കിങ്ങിണിപ്പുഴ ഇപ്പോഴും ഇരുട്ടിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. മാമത്ത് ആ പരിസരത്ത് എങ്ങുമില്ല. നായാട്ടം ആരംഭിച്ചിട്ട് പോലുമില്ല. പക്ഷേ സംഭവം മാമത്ത് ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് തിയറി ഓഫ് മൈൻഡ് ഏറ്റവും ശക്തമായ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറുന്നത്. മാനിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുവയ്ക്ക് ഈ മാൻ അടുത്തത് എങ്ങോട്ടാണ് തിരിയാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. പക്ഷേ അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് ഇവിടെയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ രാജ്യത്തെ ആക്രമിക്കാനിരിക്കുന്ന ശത്രു ഏതൊക്കെ രീതിയിൽ തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു രാജാവിന് അറിയാൻ സാധിക്കും. കാരണം രാജാവ് ശത്രുവിന്റെ തലയുടെ ഉള്ളിൽ നിന്ന് അയാളുടെ ഓരോ നീക്കവും ഊഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജാവിന് ഇതൊക്കെ മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുമെന്ന് ശത്രുവിനും അറിയാം. കാരണം ശത്രു ഓൾറെഡി രാജാവിന്റെ തലയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പിന്നീട് കുടുംബവും കൂട്ടായ്മകളും ഗ്രാമങ്ങളും നഗരങ്ങളും പടുത്തുയർത്തിയത്. പക്ഷേ ഇവിടെ ചെറിയൊരു കുഴപ്പം പറ്റി. വേറൊന്നുമല്ല, ചെറിയൊരു പ്രശ്നം. ഇങ്ങനെ എല്ലാ ആളുകളിലും നമ്മുടേതായ രീതിയിൽ ഇല്ലാത്തൊരു മനസ്സ് കാണുകയും ആ മനസ്സ് വായിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും ഇതുപോലൊരു മനസ്സുണ്ട് എന്ന് മുൻകൂട്ടി കാണാൻ തുടങ്ങി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനക്കം കണ്ട ഒരു മാൻ എടുത്ത വഴിക്ക് ഓടി ഒളിക്കും. ആ അനക്കം എന്താണെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ചിലപ്പോൾ ആ മാൻ നോക്കില്ല. മനുഷ്യനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു അനക്കം കണ്ട എടുത്ത വഴിക്ക് ഓടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മാൻ അനക്കം കണ്ടപ്പോൾ ഓടിപ്പോയി. പിന്നെ അടുത്ത് വെള്ളം കാണുന്നത് എവിടെയാണോ അവിടെ പോയിരുന്ന് സമാധാനമായിട്ട് വെള്ളം കുടിക്കും. മുമ്പ് കഴിഞ്ഞ ആ സംഭവം മാനിന്റെ മനസ്സിൽ നിന്നേ പോയി. പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല.
ആ സംഭവം അവന്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല. നമ്മളെ പേടിപ്പിച്ച ആ പൊന്തക്കാടിന് നമ്മൾ സാങ്കല്പികമായിട്ടൊരു മനസ്സ് അവിടെ സൃഷ്ടിച്ചു കൊടുക്കും. ഒന്നുകിൽ ആ പൊന്തക്കാടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ജീവി ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ചാടി വീണ് നമ്മളെ ആക്രമിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ പൊന്തക്കാടിനുള്ളിൽ ഏതോ തീച്ചാമുണ്ടിയോ രക്തയക്ഷിയോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരു 10 തവണ അടുപ്പിച്ച് ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഉടനെ ആ റോഡിന് ശാപമുണ്ട് അല്ലെങ്കിൽ പ്രേതബാധയുണ്ട്. ഒരു 10 തവണ അടുപ്പിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ പോകുമ്പോൾ അതിന്റെ ചില്ല ഒടിഞ്ഞ് നമ്മുടെ നേരെ വീഴാൻ പോയാൽ ഉടനെ നമ്മൾ ചിന്തിക്കും, ഈ മരം അത്ര ശരിയല്ല കേട്ടോ, എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വിധത്തിലുള്ള പ്രതിഭാസങ്ങളിലും നമ്മൾ സാങ്കല്പികമായി ഇതുപോലൊരു മനസ്സ് കാണാൻ തുടങ്ങി. നമ്മൾ സ്വാഭാവികമായി പോലും പ്രതികരിക്കുന്ന രീതി ഇങ്ങനെയായിപ്പോയി. ഫോൺ ഒരു 2-3 തവണ അടുപ്പിച്ച് ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിനെ തെറി വിളിക്കും. നടന്നു പോകുമ്പോൾ കാലൊന്ന് മേശയിൽ തട്ടിയാൽ മേശയ്ക്ക് ആഞ്ഞൊരു തൊഴി നമ്മൾ കൊടുക്കും. മേശയ്ക്കും ഫോണിനും ഒന്നും യാതൊരു ഫീലിംഗ്സും ഇല്ല, അവയ്ക്ക് ജീവനും ഇല്ല എന്നൊക്കെ നമുക്ക് യുക്തിപരമായിട്ട് അറിയാം. എങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലും നിരാശയിലും തലച്ചോറ് അവയ്ക്കൊരു മനസ്സ് കൽപ്പിച്ച് നൽകി അവയോട് ആ വിധത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിന്റെ വയറുകൾ അങ്ങനെയാണ് കൂട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറിന് കാരണങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ബ്രെയിൻ ഹേറ്റ്സ് റാൻഡംനെസ്. അവർ ബ്രെയിൻ. ഈ ജാതി കുഴപ്പങ്ങളായിട്ട് നടക്കുന്ന മനുഷ്യന്റെ മുന്നിലാണ് ആകാശം വന്നുപെടുന്നത്. ആകാശം മനുഷ്യനെ സംബന്ധിച്ച് വെറും ഒരു മേൽക്കൂര ആയിരുന്നില്ല. അവന്റെ ജീവിതം തന്നെ ആ മേൽക്കൂരയെ ആശ്രയിച്ചായിരുന്നു. സൂര്യൻ, മഴ, ഇടിമിന്നൽ, ചന്ദ്രൻ, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം വരുന്നത് അവിടെ നിന്നാണ്. ആകാശം മനുഷ്യനൊരു ഭ്രമമായിട്ട് മാറി. അങ്ങനെ ഭ്രമം മൂത്ത് സകലമാന വേലിയും ചാടിക്കടന്ന ഒരുത്തനാണ് മനുഷ്യൻ എന്നുള്ളത് ഓർക്കണം. ഒരു മല കണ്ടാൽ നമുക്ക് അതിന്റെ അപ്പുറം കാണണം. കാട് കണ്ടാൽ അതൊന്ന് മുറിച്ച് കിടക്കാൻ തോന്നും. കടൽ കണ്ടാൽ അതിന്റെ അപ്പുറം കാണണം. പൂട്ടിയിട്ടൊരു വാതിൽ ചൂണ്ടി കാണിച്ചിട്ട് ഒരു കാരണവശാലും തുറക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ തുറന്ന് കാണണം. പക്ഷേ ആകാശത്തിന്റെ മുന്നിൽ മാത്രം അവൻ തോറ്റുപോയി. കോണി വെച്ച് ഏതായാലും നമുക്ക് ആകാശത്തോട്ട് കയറാൻ പറ്റില്ല. കയറിൽ കെട്ടി തൂങ്ങി പോകാൻ പറ്റില്ല. കടലിൽ കൂടെ തുഴഞ്ഞു പോകാൻ പറ്റുമെന്ന് കുറെ പേര് നോക്കി. കാരണം കര എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുമല്ലോ. അങ്ങനെ കര എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുകയാണെങ്കിൽ ആ കരയുടെയോ കടലിന്റെ അറ്റത്ത് ചെന്നിട്ട് നേരെ താഴോട്ടെടുത്ത് ആടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ആകാശത്തിന്റെ ചോട്ടിൽ ചെന്നിട്ട് മേൽപോട്ട് അങ്ങനെ അള്ളി പിടിച്ച് കയറിയാൽ മതി. പക്ഷേ ഇങ്ങനെ തുഴഞ്ഞു പോയിട്ട് തുടങ്ങിയെടുത്ത് തിരിച്ചെത്തി ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചല്ലാതെ ഭൂമിയുടെ അറ്റവും കണ്ടില്ല, ആകാശത്തിന്റെ ചോടും കിട്ടിയില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള സമയത്താണ് നമ്മുടെ തലച്ചോറ് ആ പഴയ ടെക്നിക്ക് പുറത്തെടുത്തത്. മനസ്സിലാകാത്ത സാധനങ്ങൾക്ക് മനസ്സ് കൊടുക്കുന്ന ആ പഴയ നമ്പർ. അങ്ങനെ ആകാശത്തിനും ഒരു മനസ്സ് കിട്ടി. ആ മനസ്സ് പലർക്കായിട്ട് അങ്ങോട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആകാശത്ത് ദേവന്മാർ വരുന്നത്, അപ്സരസുകൾ വരുന്നത്, ദേവതകൾ വരുന്നത്, ചെകുത്താന്മാർ വരുന്നത്. സ്നേഹിക്കുകയും വെറുക്കുകയും അസൂയപ്പെടുകയും തല്ലുപിടിക്കുകയും പരദൂഷണവും കുശുമ്പും പറയുകയും ചെയ്യുന്ന 100,000 അദൃശ്യമായ ദൈവങ്ങൾ. അല്ല, ഈ ദൈവങ്ങൾക്ക് എന്താ ഈ മനുഷ്യന്മാരെ കൂട്ട് ചീഞ്ഞ അലമ്പ് സ്വഭാവം? അസൂയ, കുശുമ്പ്, പരദൂഷണം, ഇങ്ങനെ. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടോ അത് ശൂന്യതയൊന്നും ഉണ്ടാക്കിയെടുക്കണമല്ല. നമുക്ക് ഈ ആളുകളെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പരിചയമുള്ള ആളുകളാണ്. നമ്മൾ അവരോടൊപ്പമാണ് ജീവിക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളാണ്. അവർ സ്ഥിരം ഇടപഴകുന്ന ആളുകളാണ്. തർക്കിച്ചിട്ടുണ്ട്, തല്ലുപിടിച്ചിട്ടുണ്ട്, അവരെ സ്നേഹിക്കുകയും വെറുക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. സോ അവരുടെ മനസ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും കാര്യം പറയുമ്പോൾ നമുക്ക് വേറെ ടൈപ്പ് ദൈവങ്ങളെയും പിശാചുക്കളെയും കണ്ട് പരിചയമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തു? അതിനറിയാവുന്ന ഒരേ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ അടിത്തറയായിട്ട് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള അദൃശ്യ ശക്തികളുടെ മനസ്സും സ്വഭാവമൊക്കെ കെട്ടിപ്പൊക്കി. അതുകൊണ്ടാണ് ദൈവങ്ങൾ ഒരു നാണവും ഇല്ലാതെ ആകാശത്തിരുന്ന് യുദ്ധം ചെയ്യുന്നത്. അവർ നുണ പറയുന്നതും കുശുമ്പും കുന്നായ്മയും ഉള്ളവരായിട്ട് മാറിയതും. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ആകാശം മറികടന്ന് ചന്ദ്രനിൽ കാല് കുത്തിയപ്പോഴേക്കും നമ്മുടെ തലച്ചോറ് കെട്ടിപ്പൊക്കി വെച്ചിരുന്ന ഈ ജാതി കഥകളെല്ലാം കൂടെ അവിടെ പൊളിഞ്ഞു വീണു. എന്നാൽ അതിന്റെ പിന്നാലെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ഈ ചോദ്യങ്ങളുടെ രീതി മാറുകയും ചെയ്തു. ഏത് ദൈവമാണ് നക്ഷത്രങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് പകരം ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അവിടെ ഏലിയൻസ് ഉണ്ടാകുമോ എന്നാണ്. പേരുകൾ മാറി, കഥകൾ മാറി, പക്ഷേ നമ്മുടെ സഹജ വാസന മാത്രം മാറിയില്ല. നമ്മുടെ പൂർവികർ റോക്കറ്റും റഡാറും ഒന്നും ഇല്ലാതെ കുറ്റിക്കാടിനും സൂര്യനും ചന്ദ്രനും എല്ലാം ഓരോ മനസ്സ് കൊടുത്തതുപോലെ നമ്മൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും അജ്ഞാതമായൊരു മനസ്സ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഏലിയൻസ് നാഗരികതകൾ കെട്ടിപ്പോക്കുന്നത്, ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്നത്, ഗ്രഹങ്ങൾ ആക്രമിക്കുന്നതും ആ ഗ്രഹങ്ങളെ കോളനികളാക്കുന്നതും, ചിലയിടത്ത് ഏലിയൻസ് സമാധാനം സ്ഥാപിക്കുന്നതും. അതായത് ഒരർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തന്നെ ഭാവിയെയാണ് നമ്മൾ ഈ ഏലിയൻസിലൂടെ കാണുന്നത്. യുദ്ധം ചെയ്ത് ജീവിച്ചിരുന്ന പണ്ടത്തെ യുദ്ധസമാനമായ സമൂഹത്തിന്റെ ദൈവങ്ങൾ എടുത്ത് നോക്കിയാൽ അവരുടെ ദൈവങ്ങൾക്കെല്ലാം ആ സമൂഹത്തിൻ്റെതുപോലെ തന്നെ അക്രമ സ്വഭാവമുള്ളതായിട്ട് നമുക്ക് കാണാം. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹത്തിന്റെ ദൈവങ്ങൾ എടുത്ത് നോക്കിയാൽ അവരുടെ ദൈവങ്ങളൊക്കെ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നവരായിരുന്നു. അങ്ങനെ ഒരു അർത്ഥത്തിൽ ആകാശത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് ആരാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചു കൂട്ടുമ്പോൾ നമ്മൾ സത്യത്തിൽ ആരാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ വെളിവാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ തുടങ്ങുന്നത് റോക്കറ്റുകൾ കൊണ്ടോ റഡാറുകൾ കൊണ്ടോ അല്ല. അത് തുടങ്ങുന്നത് നമ്മുടെ കാരണവന്മാർ കുറ്റിക്കാട്ടിലേക്കും ഇരുട്ടിലേക്കും രാത്രി ആകാശത്തെ അന്ധകാരത്തിലേക്കും ഒക്കെ തുറച്ചു നോക്കി അവിടെ ഒരു മനസ്സ് നമ്മളെ തുറച്ചു നോക്കി ഇങ്ങോട്ട് നിൽപ്പുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയ നിമിഷമാണ്.